മാത്രം പണിയുണ്ട് വീട്ടിൽ. വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്നിരിക്കുക? വീട്ടിൽ ഇരുന്നാലും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാം അല്ലേ? എന്തൊക്കെ ചെയ്യാം? നല്ല യൂട്യൂബിൽ റെസിപ്പിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം, നല്ല പാചകം ചെയ്യാം, നല്ല തണുപ്പ് കിടന്നുറങ്ങാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭഗവത് കഥകൾ കേൾക്കണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തി ഉപാസന നിങ്ങളിവിടെ ചെയ്തത് ഇന്ന് ശക്തി ഉപാസനയാണ്. അപ്പം ആദ്യം തന്നെ ശക്തി ഉപാസന എന്നാണ് ഉദ്ഭവിച്ചത്, അങ്ങനെയൊന്നുണ്ടോ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ അവിടെ തൊട്ട് തുടങ്ങണം. അപ്പം ആദ്യം തൊട്ട് നമുക്ക് മനസ്സിലാക്കാം എവിടെ തൊട്ടാണ് ശക്തി ഉപാസന പറയുന്നത്. ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ് അല്ലേ? അപ്പം ഈ വേദത്തിൽ ശക്തി ഉപാസനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വേദത്തിന് എത്രമാത്രം പഴക്കമുണ്ടോ? ഇതുവരെയുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ്? വേദമാണ്. അപ്പം വേദത്തിന് എത്ര പഴക്കമുണ്ടോ ഏറ്റവും കുറഞ്ഞത് അത്രയും പഴക്കം ശക്തി ഉപാസനയ്ക്കുണ്ടല്ലോ. അപ്പോൾ വേദത്തിന് എത്ര പഴക്കമുണ്ട്? ഇന്നുള്ള വളരെ വലിയ ശാസ്ത്രജ്ഞന്മാർ വേദത്തിൻ്റെ പഴക്കം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള പ്രശ്നം വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ട് വന്നതാണ്, വാമൊഴിയായിട്ട് വന്നതാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? വരമൊഴിയുടെ കാലഘട്ടം കണ്ടുപിടിക്കാൻ പറ്റും. എന്നാണ് ഇത് ഗ്രന്ഥമാക്കിയത്, അതല്ലേ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് തൊട്ട് അല്ലെങ്കിൽ വാമൊഴിയായി പറഞ്ഞു തുടങ്ങി എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ അറിവ്, വേദത്തിലെ അറിവുകൾ ഗുരു പരമ്പരയായിട്ട് വന്നതാണ്. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വേദം അപൗരുഷേയം. ആദ്യ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. പക്ഷേ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമ്മളൊന്ന് പിടികിട്ടണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പം വേദം അപൗരുഷേയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പം നമ്മുടെ വിചാരം എന്താ? ഇത് പുരുഷനാൽ എഴുതപ്പെട്ടതല്ല. ഈ വേദം ഗ്രന്ഥമാക്കിയപ്പോൾ അത് സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിലൊക്കെ എഴുതണമെങ്കിൽ മനുഷ്യനല്ലേ പറ്റൂ. അപ്പം അതെന്താണെങ്കിലും അതല്ല അർത്ഥം. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരാൾക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഞാനാണ് എഴുതിയത് എന്നുള്ള അവകാശം സ്ഥാപിക്കാൻ പറ്റില്ല. ഇപ്പോൾ വാൽമീകി രാമായണം ആരെഴുതിയതാണ്? വാൽമീകി മഹർഷി എഴുതിയതാണ്. അതിനു മുമ്പ് ആർക്കെങ്കിലും അത് അവകാശപ്പെടാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. ശ്രീമദ് മഹാഭാരതം വ്യാസഭഗവാൻ എഴുതിയതാണ്. ശ്രീമദ് ഭാഗവതമോ വ്യാസഭഗവാൻ എഴുതിയതാണ്. പക്ഷെ വേദമോ? വേദം ആരെഴുതിയതാണ്? ആർക്കും പറയാൻ പറ്റില്ല. ഏത് ഗുരുവിനോട് ചോദിച്ചാലും പറയും എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചതെന്നാണ്. ആ ഗുരുവിനോട് ചോദിച്ചാൽ പറയും എൻ്റെ ഗുരു ഉപദേശിച്ചതെന്നാണ്. അതുകൊണ്ടാണ് ഗുരുപരമ്പരാ സ്തോത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 ഗുരുപരമ്പരാ സ്തോത്രം പറയും. ആ ഗുരുപരമ്പരയിൽ അറിവ് എവിടെ നിന്ന് പുറപ്പെടുന്നു എന്നുണ്ട്. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം. അപ്പം എവിടെ തുടങ്ങിയിരിക്കുന്നത്? ഭഗവാൻ ആദിനാരായണനിൽ നിന്ന് തുടങ്ങി ഗുരുപരമ്പര. ഗുരുപരമ്പര എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായിരിക്കും? അറിവിൻ്റെ പരമ്പരയല്ലേ. നാരായണം പത്മഭുവം. പത്മത്തിലുണ്ടായത് ആരാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ പത്മത്തിൽ ഒരാൾ പൊങ്ങി നിൽക്കുന്ന കാണത്തില്ലേ? താമര ഇതിൽ ബ്രഹ്മാവ് അല്ലേ? അപ്പം നാരായണൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു. വസിഷ്ഠം. ശരിക്കും പറഞ്ഞാൽ നാരായണൻ്റെ പുത്രനല്ലേ ബ്രഹ്മാവ്? നാഭിയിൽ നിന്നല്ലേ വന്നത്? അപ്പോൾ പുത്രനാണ്. ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ. അപ്പം നാരായണം പത്മഭുവം വസിഷ്ഠം. തത്പുത്ര പരാശരം ച. വസിഷ്ഠൻ്റെ പുത്രൻ ആരാണ്? പരാശരൻ. പരാശരൻ്റെ പുത്രൻ ആരാണ്? പരാശരം വ്യാസം. വ്യാസഭഗവാന്റെ പുത്രൻ ആരാണ്? ശുകം. ശ്രീശുകൻ. നമ്മൾ മഹാഭാഗവതത്തിലൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ആ ശ്ലോകം നോക്കി ഇനി പറഞ്ഞാൽ മനസ്സിലാവും. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം. അപ്പം ഇതുവരെയല്ലേ ഞാൻ പറഞ്ഞത്? ശുഗബ്രഹ്മം പൊതുവെ പറയും വിവാഹിതനല്ല എന്ന്. ചില ഗ്രന്ഥങ്ങളിൽ വിവാഹിതനായി എന്നും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഗുരുശിഷ്യ പരമ്പരയാണ്. പുത്രനിലേക്കല്ല ഉപദേശം. ഗൗഡ